സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നവജീവനിൽ നിന്നും പ്രാർത്ഥനാനിരതമായ ആശംസകൾ നേരുന്നു. നമ്മുടെ നവജീവനിലെ 200 അനാഥരായ മാനസിക രോഗികളെ, പ്രായമായ മാതാപിതാക്കൾ, അവരെ നോക്കാൻ കുറച്ചധികം സഹപ്രവർത്തകർ, അങ്ങനെ നവജീവനിലെ 300-ലധികം പേര് സന്തോഷമായിട്ട് പ്രാർത്ഥനയിൽ കഴിയുന്നു. കൂടാതെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ, കോവിഡ് കാലഘട്ടത്തിൽ ഒത്തിരി ദുഃഖിതരായ രോഗികളെയും കുടുംബങ്ങളെയും നമ്മൾ പല വിധത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെയായിട്ട് പല പ്രാവശ്യങ്ങളിലായി നമ്മൾ 1000-ലധികം ഭക്ഷണം കൊടുത്ത് സഹായിക്കുക, പൊതിച്ചോറും കാപ്പിയൊക്കെ കൊടുത്ത് സഹായിക്കുന്നു. അതുകൂടാതെ 5000-ലധികം പേർക്ക് ദിവസവും ചോറും കറിയും ചൂടുവെള്ളവും മെഡിക്കൽ കോളേജിലും കുട്ടികളുടെ ആശുപത്രി, ജില്ലാ ആശുപത്രിയിലും ആയുർവേദത്തിലും കുറിച്ച് സഹായിക്കുന്നു. ഓട്ടോറിക്ഷക്കാരും സമീപത്ത് ഒത്തിരി വിഷമിക്കുന്നവർക്ക് പച്ചക്കറി കിറ്റുകൾ കൊടുക്കുന്നു, പലവ്യഞ്ജന കിറ്റുകൾ കൊടുക്കുന്നു. ധാരാളം വീടുകളിലേക്ക് നമ്മൾ പൊതിച്ചോറ് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആശുപത്രിയിൽ നിന്ന് പോകാൻ നിവൃത്തിയില്ലാത്തവരെ നമ്മൾ വീടുകളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഒത്തിരിയേറെ ദുരിതം അനുഭവിക്കുന്ന രോഗികളെ നമ്മൾ എപ്പോഴും കൂടെ നിന്ന് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ ദുഃഖമാണ് രോഗികൾക്ക് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ചും മരിച്ചു പോകുന്നവരുടെ ശവസംസ്കാര ചടങ്ങിന് നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റ് കിടക്കുന്ന കോവിഡ് രോഗികൾക്ക് വേണ്ടി ഡോക്ടർമാരും നേഴ്സുമാരും വിളിച്ചു പറയുമ്പോൾ അവർക്ക് വേണ്ടതായ എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഈ സഹായങ്ങളൊക്കെ സന്മനസ്സുള്ള വ്യക്തികളിൽ കൂടെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നവജീവൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാനും ഒത്തിരിയേറെ ആഗ്രഹിക്കുകയാണ്, ഒത്തിരിയധികം പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹം തരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.